പറഭദ്രേ, ഞാൻ അവളോട് അങ്ങനെ ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നീ അങ്ങനെയാണോ എന്നെ മനസ്സിൽ കണ്ടിരിക്കുന്നത്? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എനിക്ക് എനിക്കറിയില്ല. അവൾ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞതും അവൻ്റെ മുഖം ചുളിഞ്ഞു. അവൻ സംശയത്തോടെ അവളെ നോക്കി. എന്താ എന്താ നീ ഇപ്പോൾ പറഞ്ഞത്? അവൻ വീണ്ടും ചോദിച്ചു. എനിക്കറിയില്ല എന്ന്. അത് ചെയ്തത് ആരാണെന്ന് എനിക്കറിയില്ല. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അത് ചെയ്തത് ഞാനാണെന്നാണോ? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല. കാരണം ഞാനത് കണ്ടിട്ടില്ല. അവൾക്ക് പോലും അറിയാത്തൊരു കാര്യമാണ്. അവൾക്ക് അറിയാമെങ്കിൽ ഓക്കെ, അതാരാണെന്ന് അവൾ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചേനെ. പക്ഷേ ഇത് അവൾക്ക് പോലും അറിയാത്ത കാര്യമാണ്. നിങ്ങൾ രണ്ടുപേരും മാത്രം ആ ഹോട്ടലിലുണ്ടായിരുന്നത്. ഇച്ചായൻ അല്ലെങ്കിൽ പിന്നെ ആരാ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതും കൂടി കേട്ടതും അവന് ദേഷ്യം വന്നു. അവൻ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ രണ്ടും മാത്രമാണ് ഹോട്ടലിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനത് ചെയ്തതെന്നാണോ? അപ്പോൾ ഇത്ര നേരം ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ എന്ത് തേങ്ങയാടി? ഒരിക്കൽ നീ എന്നെ അവിശ്വസിച്ചു. എന്നോടൊരു വാക്കുപോലും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ നീ തന്നെ സ്വയം മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടി വെച്ചു. അതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണോ? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇച്ചായൻ അല്ലെങ്കിൽ പിന്നെ ആര്? അത് കണ്ടുപിടിക്കേണ്ടത് ഇച്ചായൻ്റെ കടമയാണ്. എൻ്റെ നേഹയോട് അങ്ങനെ ചെയ്തത് ആരാണെന്ന് എനിക്കറിയണം. അതിൽ മനഃപൂർവ്വം അല്ലാതെയെങ്കിലും വന്നുപെട്ടത് ഇച്ചായൻ്റെ പേരാണ്. അതുകൊണ്ട് ഇച്ചായൻ തന്നെ അത് തെളിയിക്കണം. ഇച്ചായൻ തെറ്റുകാരനല്ല എന്ന് എനിക്ക് മനസ്സിലാകണം. അപ്പം മാത്രമേ ഞാൻ പൂർണ്ണമായിട്ട് ഇച്ചായനെ വിശ്വസിക്കുള്ളൂ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ പറയുന്നത് ഓരോന്നും കേട്ട് അവന് ദേഷ്യവും വിഷമവും ഒക്കെ ഒരുപോലെ വന്നു. അവൾ ഇപ്പോഴും തന്നെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല എന്ന് മനസ്സിലായ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. നീ ഇപ്പോൾ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ കണ്ടെത്തിയിരിക്കും. അത് ഞാനല്ല ചെയ്തതെന്ന് ഞാൻ തെളിയിക്കും. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് വാതിലടച്ച് ഇറങ്ങിപ്പോയി. തെളിയിക്കണം, ഇച്ചായൻ തന്നെ അത് തെളിയിക്കണം. ഈ സമൂഹത്തിൻ്റെ മുൻപിൽ തലതാഴ്ത്തി നിന്ന ഇച്ചായൻ തന്നെ അത് തെളിയിക്കണം. അതാരാണെന്നുള്ള സത്യം പുറത്തു കൊണ്ടുവരണം. അതുവരെ ഞാൻ ഇങ്ങനെ മാത്രമേ ഇച്ചായനോട് പെരുമാറുകയുള്ളൂ. എനിക്കറിയാം അത് ഇച്ചായനെ അല്ല ചെയ്തതെന്ന്. എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് ഇച്ചായനെയും ചേച്ചിയും അങ്ങനെ കണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ ഒരിക്കലും ഇച്ചായൻ നേഹയോട് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പിന്നെ എല്ലാം കൊണ്ടും എനിക്ക് ദേഷ്യവും വിഷമവും ഒക്കെ വന്നപ്പോൾ ഞാൻ ചെയ്തു പോയതാ അതൊക്കെ. അപ്പോഴും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചത് സത്യം പുറത്തു വരണേന്നായിരുന്നു. ഇതിന് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെന്നായിരുന്നു. പക്ഷെ ഇതുവരെ അതിന് സാധിച്ചില്ല. ഇച്ചായനെ കൊണ്ട് മാത്രമേ അതിന് ഇനി സാധിക്കുകയുള്ളൂ. അത് നടത്തണമെങ്കിൽ ഇച്ചായൻ്റെ മനസ്സിലൊരു വാശിയുണ്ടാകണം. കാരണം ഈ ഒരു കാര്യം ഇച്ചായനേക്കാൾ കൂടുതൽ ബാധിച്ചത് എൻ്റെ നേഹയാണ്. തൻ്റെ ശരീരത്തെ കീറി മുറിച്ചത് ആരാണെന്ന് പോലും അറിയാത്തൊരു നിസ്സഹായ അവസ്ഥയിലാണവൾ. അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ആൻറ്റി മാത്രമേ ഉള്ളൂ. നിലവിൽ കേസുണ്ടെങ്കിൽ പോലും അത് തേഞ്ഞു മാഞ്ഞു പോകാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് അവൾക്ക് വേണ്ടി സംസാരിക്കാനും അത് കണ്ടെത്തി കൊടുക്കാനും എനിക്കൊരാൾ ആവശ്യമാണ്. അത് ഇച്ചായനെ കൊണ്ട് സാധിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ ഇച്ചായനെ അവൾ മനസ്സിലോർത്തു. പിന്നെ അവനടിച്ച കവളിൽ കൈവച്ചു. പിന്നെ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ ഓർമ്മ ഒരു നിമിഷം പുറകിലേക്ക് സഞ്ചരിച്ചു. സ്റ്റെഫി അന്ന് അവിടുന്ന് പോയ ദിവസം വൈകിട്ട് നേഹയ്ക്ക് അവിടുത്തെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഡോണയും നേഹയും വൈശുവും വൈകിയും കൂടെ അവളുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. തന്നെ അവരൊക്കെ നിർബന്ധിച്ചിരുന്നു കൂടെ ചെല്ലാൻ. എന്നാൽ ഉള്ളിൽ അതിനു മുൻപ് നടന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എന്തുകൊണ്ടോ അവരോടൊപ്പം പോകാൻ തോന്നിയിരുന്നില്ല. അതിനൊന്നും ഒരു മൂഡില്ലായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. താൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി പോയപ്പോഴാണ് വൈശുവിൻ്റെ മമ്മി തൻ്റെ അടുത്തേക്ക് വന്നത്. മോളെ, ഞാനന്ന് അമ്പലത്തിലേക്ക് പോവുക. ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ? ചേട്ടൻ രാത്രിയാവും വരാൻ. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കുഴപ്പമില്ല ആൻറ്റി, അമ്പലം ഇവിടെ അടുത്തല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ അങ്ങനെ പേടിയൊന്നുമില്ല. ആൻറ്റി പോയിട്ട് വാ. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. പിന്നെ അവളോട് യാത്ര പറഞ്ഞ് അമ്പലത്തിലേക്ക് ഇറങ്ങി. അവൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. TV ഇട്ടിട്ടുണ്ടെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ പലകൂട്ടം ചിന്തകളായിരുന്നു. സ്റ്റെഫി അവളോട് പറഞ്ഞതും അവൾ കൺമുൻപിൽ കണ്ടതുമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അതൊക്കെ ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടത്. പിള്ളേര് തിരിച്ചു വന്നതായിരിക്കുമെന്ന് കരുതി അവൾ പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുടച്ചിട്ട് ചെന്ന് വാതിൽ തുറന്നു. അവൾ വാതിൽ തുറന്നതും തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഡെന്നിയെ കണ്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി. ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലേ?
അവൻ കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ടവൾ സംശയത്തോടെ അവനെ നോക്കി. എന്താ കാര്യം? അവൾ കുറച്ച് കടുപ്പത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഭദ്രക്കുട്ടി കലിപ്പിലാണെന്ന് തോന്നുന്നല്ലോ. അവൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി അകത്തേക്ക് നടന്നു. ആരെങ്കിലും കാണാൻ വന്നതാണെങ്കിൽ ഇവിടെങ്ങും ആരുമില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ച് കടുപ്പിച്ചു പറഞ്ഞു. അതിന് ഇവിടെ ആരുമില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ വന്നു എന്നല്ലേ? അവൻ ചിരിയോടെ അവളെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. അവൻ അകത്തേക്ക് കയറി ഡോറടച്ച് ലോക്ക് ചെയ്തു. എന്തിനാ ഡോറ് ലോക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒന്ന് ഇറങ്ങി പോകുമോ ഇവിടുന്ന്? അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇവിടെ കയറി വരുന്ന എന്നെ ഇറക്കി വിടാൻ മോള് ഒട്ടും വളർന്നിട്ടില്ല. കുഞ്ഞുനാൾ മുതലേ ഞാൻ കളിച്ചു വളർന്ന വീടാണിത്. ഇവിടുന്ന് എന്നെ ഇറക്കി വിടാൻ മാത്രം ആയിട്ടില്ല മോള്. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത് അന്ന് അമ്പലത്തിൽ കൊണ്ടുപോയ സംഭവം വിചാരിച്ചിട്ടായിരിക്കുമെന്ന് കരുതി അവനതിനെ തമാശ രീതിയിൽ തന്നെയാണ് എടുത്തത്. എന്നാൽ തലേന്ന് നടന്നതെല്ലാം മനസ്സിലുണ്ടായിരുന്ന അവൾക്ക് ദേഷ്യം മാത്രമായിരുന്നു അപ്പോൾ അവനോട് തോന്നിയത്. അവൻ കുസൃതി ചിരിയോടെ അവളെ അടിമുടി നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നതനുസരിച്ച് അവളും പുറകിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. അവൾ വീണ്ടും ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പോയില്ലെങ്കിൽ അവൻ പുരികം പൊക്കി അവളെ ദേഷ്യം പിടിപ്പിക്കാനെന്ന രീതിയിൽ വീണ്ടും ചിരിച്ചു. ഞാൻ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടും. എല്ലാവരോടും ഞാൻ പറയും നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന്. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അങ്ങനെ പറയോ? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. പറയും, ഞാൻ അങ്ങനെ തന്നെ പറയും. എല്ലാവരെയും ഞാൻ വിളിച്ചു കൂട്ടും. നോക്കിക്കോ, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. അവൾ ദേഷ്യത്തോടെ അവൻ്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. അത് കണ്ടതും അവനും ദേഷ്യം വന്നു. അവൻ അവളുടെ ചൂണ്ടിയിരിക്കുന്ന വിരൽ കൈകളിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തട്ടി നിന്നു. അവൻ അവളുടെ ഇടുപ്പിൽ കൂടി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ മാറിടങ്ങൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു. നല്ല സോഫ്റ്റ് ആണെന്ന് തോന്നുന്നല്ലോ. അവൻ അവളുടെ മാറിലേക്ക് നോക്കിക്കൊണ്ട് കുസൃതി ചിരിയോടെ പറഞ്ഞതും പെട്ടെന്ന് അവൾ വല്ലാതെയായി. എന്നെ വിടാനാ പറഞ്ഞത്. അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്ന് കുതിരാൻ ശ്രമിച്ചു. അവൻ ബലമായിട്ട് അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൾ മുഖം വെട്ടിക്കാൻ ശ്രമിച്ചതും അതിന് സമ്മതിക്കാതെ അവൻ അവളെ ബലമായിട്ട് അടുപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അവൾ വീണ്ടും ദേഷ്യത്തോടെ അവൻ്റെ മുഖം അവളിൽ നിന്നും അകറ്റാൻ വേണ്ടി അവൻ്റെ മുഖം പിടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു. എന്നാൽ അതിനൊന്നും സമ്മതിക്കാതെ അവൻ അവളുടെ മുഖം അവൻ്റെ നേരെ അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു. അവരുടെ ആദ്യ ചുംബനം. അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവൻ അവയെ വിട്ടു നൽകാതിരുന്നു. അതറിഞ്ഞതും അവൻ്റെ കരങ്ങൾ അവളുടെ മാറിൽ അമർന്നു. ആ അവളിൽ നിന്നും ഒരേങ്ങൽ പുറത്തേക്ക് വന്നു. ഒരു നിമിഷം പോലും അവളുടെ ഇരു ചുണ്ടുകളും വേർപ്പെടുത്താതെ അവൻ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. ഏറെ നിമിഷങ്ങൾക്ക് ശേഷം അവൻ പതിയെ അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തി. പിന്നെ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അപ്പോഴേക്കും അവളുടെ കരങ്ങൾ അവൻ്റെ കവളിൽ ശക്തിയോടെ പതിഞ്ഞിരുന്നു. അവൻ തല ചരിച്ചു വെച്ചുകൊണ്ട് കവളിൽ കൈവച്ചു. പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി. താൻ മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കരുതരുത്. തനിക്ക് കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും കൂടെ കിടക്കാനും ഒക്കെ കുറേ പെണ്ണുങ്ങൾ കാണും എന്ന് കരുതി ഈ ശ്രീയുടെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ. അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടി ദേഷ്യം കൊണ്ട് വിറച്ചു. തലേന്ന് കണ്ട കാഴ്ചകൾ ഒരു മിന്നായം പോലെ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. അത് ഓർക്കും തോറും തൻ്റെ മുൻപിൽ തനിക്ക് ആദ്യമായി പ്രണയം തോന്നിയ അവനോട് അവൾക്ക് വെറുപ്പ് തോന്നി. ഭദ്രേ! അവളുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ കേട്ടതും അവൻ ദേഷ്യത്തോടെ വിളിച്ചു. മിണ്ടിപ്പോകരുത്, ഇറങ്ങിപ്പോടാ. അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ഛി, നിർത്തടി. ഈ ഡെന്നിയുടെ കൂടെ കിടക്കാനും തോന്നുമ്പോൾ കയറി പിടിക്കാനും ആണോ നീയെന്നോ? ആന്നോടി, ഞാൻ എത്ര പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടുന്നത് നീ കണ്ടിട്ടുണ്ട്? എത്ര പേരുടെ കൂടെ കിടക്കുന്നത് നീ കണ്ടിട്ടുണ്ട്? പറയടി പുല്ലേ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൾ നിറഞ്ഞ മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നെ കിസ് ചെയ്യാൻ നീ ആരാ? നിങ്ങളും ഞാനും തമ്മിൽ അതിന് എന്ത് ബന്ധമാണ് ഉള്ളത്? അതോ ഇങ്ങനെ വഴിയിൽ കൂടി പെണ്ണുങ്ങളെയൊക്കെ ഉമ്മ വെക്കണമെന്ന് നിങ്ങളുടെ അമ്മ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ അവളെ തൻ്റെ അടുത്തു നിന്നും പുറകിലേക്ക് തള്ളി. പിന്നെ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. 'നീ എന്താ ഇപ്പം പറഞ്ഞത്? ഇതൊക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നതാണോന്ന്? അല്ലേടി? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. 'നീ എന്തിനാ എന്നെ ദേഷ്യപ്പെടുത്തുന്നത്? നിനക്ക് ഞാൻ തരുന്ന സ്നേഹം ഞാൻ നിനക്ക് തരുന്നില്ലേ? നിനക്ക് ഞാൻ തരുന്ന സ്നേഹം നീ എന്നോട് ചോദിക്കുന്നുണ്ടോ? നീ എന്തിനാ എന്നെ ദേഷ്യപ്പെടുത്തുന്നത്?
അതെ, ഇതൊക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നത് തന്നെയാ. വേറെയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് അമ്മ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. കാണണോ നിനക്ക്? അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അത് കേട്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൻ അവളെ നോക്കിക്കൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി. ശ്രീ ഞെട്ടിപ്പോയി. അവൻ ഷർട്ട് ശരീരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് മുണ്ട് മടക്കി കുത്തി അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടതും അവൾ പേടിച്ച് പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവളുടെ കണ്ണുകളിൽ വിഷമമായിരുന്നു, ഭയമായിരുന്നു. അവൾ മാറി ദിവാനിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിൽ തട്ടി നിന്നു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവനെ കണ്ട അവൾ അവിടെ നിന്നും പോകാൻ ശ്രമിച്ചതും അവൻ അവളെ വലിച്ച് ദിവാനിലേക്ക് ഇട്ടിരുന്നു.